ഇപ്പോൾ ശാസ്താംകോട്ടയിൽ തേവലക്കര സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുൻ്റെ മൃതദേഹം സ്കൂളിലേക്ക് എത്തുകയാണ്. രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, മൃതദേഹം എത്തിയോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ മിഥുന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിലുള്ള ആംബുലൻസ് സ്കൂളിന്റെ മുറ്റത്തേക്ക് ഉള്ളിലേക്ക് കടത്തുന്നു. അത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. വലിയ തിരക്ക്, ജനക്കൂട്ടം ഇവിടെയുണ്ട്. അവര് ഈ മിഥുനെ അവസാനമായി ഒരു നോക്കി കാണാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ, അതിന് അവരിപ്പോൾ പതിയെ വാഹനം ആംബുലൻസ് ഉള്ളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. ഇതിലേക്ക് ഇതുവരെ ആംബുലൻസ് അകത്ത് കയറിയെങ്കിലും കുറച്ചു ഭാഗം മാത്രമേ വന്നിട്ടുള്ളൂ. ആളുകളെ ഒഴുക്കിച്ച ശേഷം മാത്രമേ കൊണ്ടുവരാൻ പറ്റൂ. ഇപ്പോൾ കൊണ്ടുവരികയാണ് ഭൗതിക ശരീരം. ഇതിന്റെ ഭൗതിക ശരീരം ഇതിന്റെ ഉള്ളിലേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നു. പൊതുദർശനത്തിന് വെക്കുകയാണ്. എല്ലാവരും വളരെ സങ്കടത്തോടുകൂടി അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടെ കാത്തുനിന്നവരെല്ലാം ഇപ്പോൾ ആംബുലൻസ് ഇത് മൃതദേഹം ഇപ്പോൾ പുറത്തെടുത്ത് ഇവിടെ പൊതുജനത്തിന് വെച്ചു കഴിഞ്ഞു. ഇത് മിഥുന്റെ ഒരു ചിത്രം, ഇതിന് പൊന്നോമനയായ മിഥുന് ആദരാഞ്ജലികൾ എന്ന് പറയുന്ന ഒരു ചിത്രം ഇവിടെ വെച്ചിട്ടുണ്ട് സ്കൂൾ അധികൃതർ. ആ ചിത്രത്തിന് നേരെ തന്നെയാണ് ഈ തെക്ക് ദർശനമായി തല തെക്കുവരുന്ന നിലയിൽ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. കൂവൂർ കുഞ്ഞുമോൻ MLA, അതുപോലെ സ്കൂൾ മാനേജ്മെന്റ് അധികൃതർ, മറ്റ് ജനപ്രതിനിധികൾ, പ്രവർത്തകർ എല്ലാവരും ഇവിടെയുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തത്. ഇപ്പോൾ ഇനി പൊതുദർശനം ആരംഭിച്ചു കഴിഞ്ഞു. വഴി ഒരുക്കണം. അതിലെ ജനക്കൂട്ടം തടിച്ചുകൂടി നിൽക്കുന്നത് കൊണ്ട് ഈ വരുന്നവർക്ക്, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വരുന്നവർക്ക് അതിനുള്ള ക്രമീകരണങ്ങൾ നേരത്തെ ചെയ്തിരുന്നെങ്കിലും ആളുകൾ മുഴുവനും ഇങ്ങോട്ടേക്ക് ഇടിച്ചു കയറി. അത് കാരണം ഇതിന് പുറത്തേക്ക് വരുന്നവർക്ക് കണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതിനുള്ള വഴിയാണ് സുഗമമാക്കേണ്ടുന്നത്. അതിപ്പോൾ ജനം പുറത്ത് മഴ ഉള്ളതിനാൽ എല്ലാവരും ഈ ഷെഡിനുള്ളിലേക്ക് കയറി, ഈ പന്തലിനുള്ളിലേക്ക് കയറിയതാണ് ഇപ്പോൾ പ്രശ്നമായത്. ഇപ്പൊ എല്ലാവരെയും മാറ്റാനുള്ള ശ്രമം നടക്കുന്നു. മിഥുൻ പഠിച്ച സ്കൂൾ ജൂൺ 1 മിഥുൻ ഈ സ്കൂളിൽ എത്തിയതും ACC ക്യാരക്ടറാകണമെന്നുള്ളൊരു മോഹത്തിൽ ഈ സ്കൂളിലേക്ക് വന്നു. അപ്പോൾ അതേ ACC ക്യാരക്ടർമാർ ഈ മിഥുന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇവിടെ എല്ലാവരും അവരും സത്യമായി തന്നെയുണ്ട്. ചേതനയറ്റ ശരീരം ഇപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ എത്തിച്ച് പോലീസ് സ്റ്റേഷനിൽ വെക്കുന്നു. പഠിക്കാൻ വന്ന സമയം മുതൽ സ്പോർട്സ് താരമായി വളർന്നു വരാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു, പ്രതിഭയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട മിഥുൻ. ഫുട്ബോൾ താരമായിരുന്നു. അവരുടെ ഈ വിളന്തറ FC വിളന്തറ ഫുട്ബോൾ ക്ലബ് എന്ന് പറയുന്ന ഫുട്ബോൾ ടീം, അതില് A ടീമുണ്ട്, B ടീമുണ്ട്. അതില് B ടീമിലെ മികച്ച ഡിഫൻഡർ കൂടിയായിരുന്നു. വളരെ ശാസ്ത്രീയമായി തന്നെ ഫുട്ബോൾ പരിശീലനമൊക്കെ നേടി ആ ടീമിന്റെ വിജയത്തിന് വേണ്ടി അങ്ങേയറ്റം ഈ ഡിഫൻഡറായി നിന്ന് ഗോളുകൾ തടയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വിചാരിച്ചിരുന്നു എന്ന് അവന്റെ സഹപാഠികളും നാട്ടിലെ സുഹൃത്തുക്കളും ഒക്കെ അവന്റെ കൂട്ടുകാരുമൊക്കെ പറഞ്ഞതും. കഴിഞ്ഞ വർഷം നമ്മൾ ഇന്നലെ വീട്ടിൽ പോയപ്പോൾ അവരെല്ലാം ഒരു ഫുട്ബോളുമായി കാത്തിരിക്കുന്ന ദൃശ്യം എല്ലാവരുടെയും മനസ്സിൽ തറച്ചുപോയതാണ്. എല്ലാവരും സങ്കടത്തോടുകൂടിയാണ് അത് ഇടയായത്. ഇപ്പോൾ ആ ചേതനയറ്റ മൃതശരീരം ഇങ്ങനെയല്ല, ഇത് ഇന്നും പതിവ് പോലെ എല്ലാ ദിവസങ്ങളിലും ഈ തേവലക്കര ഈ സ്കൂളിലെത്തി ഇവിടുത്തെ ആക്ടിവിറ്റീസിലും കളിയും ചിരിയും ഒക്കെയായി വിദ്യാഭ്യാസത്തിലും നല്ല അക്കാദമിയായിട്ട് അക്കാദമിയിലെ ജനങ്ങൾക്ക് നല്ല നിലവാരം പുലർത്തുന്ന ഈ സ്കൂളിൽ നല്ല വിദ്യാഭ്യാസം നേടണം, മികച്ച സ്പോർട്സ്മാനായി മാറണം, NCCയിൽ അംഗമാകണം, അങ്ങനെ ഈ രാജ്യസ്നേഹവും എല്ലാം ഉള്ള ഒരു മികച്ച വിദ്യാർത്ഥിയാണ് ഇപ്പോൾ നമുക്ക് നിർഭാഗ്യവശാൽ നഷ്ടപ്പെട്ടതും. അങ്ങനെയുള്ള മിഥുനെ ഒരു നോക്കി കാണാൻ ഇതുവരെ മിഥുനെ നേരിൽ കണ്ടിട്ടില്ലാത്ത അനേകം ആളുകൾ ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന് വേണ്ടി കൊല്ലം ജില്ലാ കളക്ടർ ദേവിദാസ് പുഷ്പചക്രം അർപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇതിലെ ഉള്ളിലേക്ക് കടക്കാൻ
നന്നായി പാടുപെടുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല തിരക്കുണ്ട്. അദ്ദേഹം പുഷ്പാഞ്ജലിക്കാനായി എത്തിയിട്ടുണ്ട്. കോവൂർ കുഞ്ഞുമോൻ MLA തുടക്കം മുതൽ തന്നെ ഈ ഭൗതിക ശരീരം വഹിച്ചുള്ള വിലാപയാത്രയെ അനുഗമിച്ചതിന് പിതാവുണ്ടായിരുന്നു. രാജ്കുമാർ, ഷീജ കൂടി ചേരുകയാണ്. ഷീജ, ആരുടെയും കണ്ണ് നനയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. താൻ പഠിച്ചിരുന്ന സ്കൂളിലേക്ക് മിഥുൻ അവസാനമായി എത്തുകയാണ്. തൻ്റെ സഹപാഠികൾക്ക് ഒരു നോക്ക് കാണാൻ, തൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് ഒരു നോക്ക് കാണാൻ